മില്ലറ്റുകൾ സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ പ്രമേഹം മാറുമോ? വണ്ണം കുറയുമോ? മില്ലറ്റ് ഒരു സൂപ്പർ ഫുഡാണ്. ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? നമുക്കതൊന്ന് പരിശോധിക്കാം. കൂടാതെ മില്ലറ്റ്സ് കൊണ്ടുണ്ടാക്കാൻ കഴിയുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പോപ്പുലറായിട്ടുള്ള ഒരു പിസ്സ, അതിൻ്റെ റെസിപ്പി എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാനിന്ന് ഇരിക്കുന്നത് സ്റ്റുഡിയോയുടെ പുറത്താണ്. അതിന് കാരണം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയവും സാധാരണ സംസാരിക്കുന്ന വിഷയങ്ങളുടെ പുറത്താണ്. ഇന്ന് വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുധാന്യങ്ങൾ ഒന്നാണല്ലോ മില്ലറ്റ്സ്. അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. 2018 നമ്മുടെ രാജ്യം നാഷണൽ മില്ലറ്റ് ഇയർ ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. തുടർന്ന് 2023 WHO വേൾഡ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനൊക്കെ മില്ലറ്റിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല നമ്മുടെ രാജ്യത്തും കുറച്ച് നാളുകളായിട്ട് മില്ലറ്റുകൾക്ക് നല്ല പോപ്പുലാരിറ്റി വരുന്നുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള മില്ലറ്റിനെ അതിനങ്ങനെ കാണാനായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്ന്, അതിനകത്ത് അന്നജത്തിൻ്റെ അളവ് താരതമ്യേന കുറവാണ്. മാത്രമല്ല അന്നജം കുറച്ചൊരു ബെറ്റർ ക്വാളിറ്റി അന്നജമാണ്. ഒരു ലോ ഗ്ലൈസീമിക് ആയിട്ടുള്ള ഫുഡുകളിൽ ഒന്നാണ് മില്ലറ്റ്സിൽ വരുന്ന കാർബോഹൈഡ്രേറ്റ് അല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അതൊരു ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഗ്ലൂട്ടൻ എന്ന ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള സർക്കിളിലൊക്കെ തന്നെ വളരെ അറിയാവുന്നൊരു വിഷയമാണ്. അതൊരു ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ധാന്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പൊതുവെ അധികം സംസ്കരിക്കാൻ പറ്റാത്ത ഒന്നാണ്. കാരണം ചെറുധാന്യങ്ങളാണ്. അതുകൊണ്ട് കൂടുതലും നമുക്ക് കിട്ടുന്നത് അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഹോൾ ഗ്രെയിൻസ് ആയിട്ടാണ് മില്ലറ്റ്സ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിനകത്ത് വളരെ ഉയർന്ന അളവിൽ പ്രോട്ടീനുണ്ട്, ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ഫൈറ്റോ ന്യൂട്രിയൻസും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെ മില്ലറ്റിനെ വളരെയധികം പോപ്പുലറാക്കി. എനിക്ക് വളരെ പ്രധാനപ്പെട്ട വിഷയം അതിൻ്റെ ഒരു ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നേച്ചറാണ്. അതായത് അത് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ജലമായിക്കോട്ടെ, അതിന് വേണ്ട എഫേർട്ട് ആയിക്കോട്ടെ. മാത്രമല്ല ഈ ചെറുകിട നാമമാത്ര കർഷകർക്കൊക്കെ തന്നെ ഇത് വളരെ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ ജനറലി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്ലൈമറ്റിനും നമ്മുടെ ഒരു അഗ്രോ എൻവയറമെൻറ്റിനൊക്കെ തന്നെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒന്നാണ് മില്ലറ്റ്സ്. പക്ഷേ പ്രശ്നം അതല്ല. ഇന്ന് കാര്യങ്ങളുടെ പോക്ക് അത്ര പന്തിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഒരുപാട് അവകാശങ്ങളാണ് മില്ലറ്റിന് വേണ്ടി വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ മില്ലറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒരുപാട് അപവാദ കഥകളും മില്ലറ്റിന് വേണ്ടി പ്രചരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ക്ലാരിറ്റി വരുത്തേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. താരതമ്യേന മില്ലറ്റ് ഒരു നല്ലൊരു ധാന്യമാണ് എന്നുള്ള വസ്തുത ശരി തന്നെയാണ്. പക്ഷേ ഇന്ന് പുകഴ്ത്തി പാടി മില്ലറ്റ് ഒരു സൂപ്പർ ഫുഡാണെന്നും അതൊരു അമാനുഷികമായ ശക്തിയുള്ളൊരു ഭക്ഷ്യവസ്തുവാണെന്നും ഒരുപക്ഷെ മിക്ക രോഗങ്ങൾക്കും അതൊരു പരിഹാരമാണെന്ന് വരെ പറഞ്ഞു വെക്കുന്ന അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് മില്ലറ്റിന് തന്നെ ദോഷമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണത്തിന് മില്ലറ്റ് കഴിച്ചാൽ പ്രമേഹം മാറും, മില്ലറ്റ് കഴിച്ചാൽ രക്തസമ്മർദ്ദം മാറും. അത് അൾസറിന് ചികിത്സയാണ്, അമിതവണ്ണത്തിന് ചികിത്സയാണ്, ക്യാൻസറിന് ചികിത്സയാണ്, അസിഡിറ്റിക്ക് ചികിത്സയാണ്, മൈഗ്രെയിന് ചികിത്സയാണ്, PCODക്ക് ചികിത്സയാണ്. എന്തിന് പ്രായമാകുന്നവരെ തടയാൻ മില്ലറ്റ് നല്ലതാണ് എന്ന് പറഞ്ഞു വെക്കുന്ന തലത്തിലോട്ട് ഇന്ന് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തു പൊതുവേ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു താല്പര്യമുള്ളൊരു വിഷയമാണ്. എല്ലാത്തിനും കൂടെ ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ പറയുക എന്നുള്ളത് പൊതുവേ ആൾക്കാരെ വളരെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഈ ഗതി അറിഞ്ഞോ അറിയാതെ മില്ലറ്റിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. മില്ലറ്റ് അരിയുമായിട്ടും ഗോതമ്പുമായിട്ടും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ഒരു ചെറുധാന്യം തന്നെയാണ്. പക്ഷേ ഈ മില്ലറ്റിനെ ഉപയോഗിക്കുന്നതിൽ ഫണ്ടമെൻ്റലായിട്ട് ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ ക്ലാരിറ്റി വരുത്തേണ്ട 4 വിഷയങ്ങളാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു കാര്യം, മില്ലറ്റും ഒരു ധാന്യം തന്നെയാണ്. ഇന്ന് നമ്മളുടെ ഭക്ഷണത്തിനകത്ത് ധാന്യങ്ങളുടെ ഷെയർ, അതിൻ്റെ പങ്കാളിത്തം വളരെ മിനിമൽ മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന മൊത്തം ധാന്യങ്ങളുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷെയർ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു 25-30% കൂടുതൽ ധാന്യങ്ങൾ ആവശ്യമില്ല. അപ്പോൾ മില്ലറ്റും വരുന്ന അവിടെ തന്നെയാണ്. അന്നജം തന്നെ വളരെ കുറച്ച് കഴിക്കേണ്ട ആവശ്യമുള്ള അവസ്ഥയിൽ അന്നജത്തിന് പകരം ഈ മില്ലറ്റാണെന്ന് പറഞ്ഞ് 3 നേരവും മില്ലറ്റുകൾ കഴിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അതെന്തുകൊണ്ട് അപകടമെന്ന് പറയാൻ കാരണം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഓവറോളായിട്ടുള്ള പൊതുസമൂഹത്തിൻ്റെ ഒരു മെജോറിറ്റി പോപ്പുലേഷൻ്റെ മെറ്റബോളിസം വളരെ ദുർബലമാണ്. അതിനാണ് മെറ്റബോളിക്കലി സിക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെറ്റബോളിക്കലി സിക്കായിട്ടുള്ള നമ്മുടെ സമൂഹം ഇന്ന് ധാന്യങ്ങളുടെയും കിഴങ്ങ് വർഗ്ഗങ്ങളുടെയും മധുരമുള്ള പഴങ്ങളുടെയും അളവ് വളരെ വളരെ പരിമിതപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അത് ഒരു പൊതുവായിട്ടുള്ള ഒരു ഡയറ്ററി പ്രിൻസിപ്പിൾസ് എന്ന രീതിക്ക് മില്ലറ്റുകൾ കടന്നു വരുന്നതോടെ അതിൻ്റെ അളവ് കൂട്ടാനായിട്ട് മില്ലറ്റ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒന്ന്, മില്ലറ്റ് ഒരു ധാന്യമാണ്. ധാന്യങ്ങൾ പരിമിതപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതിനൊരു അപവാദമായിട്ട് ഒരിക്കലും അല്ലെങ്കിൽ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഒരിക്കലും മില്ലറ്റ് മാറാൻ പാടില്ല. മില്ലറ്റും ഒരു ധാന്യങ്ങളുടെ പട്ടികയിൽ തന്നെ പെടുത്തി തന്നെ ഉപയോഗിച്ചാൽ മതി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളിന്ന് ഒരു
സ്റ്റാൻഡേർഡ് കേരള ഡയറ്റിൽ എത്ര തവണ ധാന്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്? മിക്ക ആൾക്കാരും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളിലും അരിയോ ഗോതമ്പോ ഓട്സോ അടങ്ങുന്ന ധാന്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു 3G ഡയറ്റാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഹാർമണി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം പോപ്പുലറായി പ്രചരിപ്പിച്ച ഒന്നാണ് നോ ഗ്രെയിൻ ഡിന്നർ. അതായത് രാത്രികളിൽ ധാന്യം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ 1 ഗ്രെയിൻ മീൽ, ഒരു നേരം മാത്രം ധാന്യങ്ങൾ കഴിക്കുക. അപ്പോൾ മില്ലറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ രാത്രികളിൽ ധാന്യങ്ങൾ വേണ്ട എന്നുള്ള തത്വത്തിൽ മാറ്റം വരുത്തണ്ട. യു ക്യാൻ കണ്ടിന്യൂ വിത്ത് ദ നോ ഗ്രെയിൻ ഡിന്നർ. മില്ലറ്റുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ രാവിലെയോ ഉച്ചയ്ക്കോ പരിമിതപ്പെടുത്തുക തന്നെയാണ് എപ്പോഴും നല്ലത്. സോ കണ്ടിന്യൂ 2 ഗ്രെയിൻ ഡയറ്റ് ഓർ 1 ഗ്രെയിൻ ഡയറ്റ്, അവിടെ മാത്രം മില്ലറ്റ് വന്നാൽ മതി. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങൾ കഴിക്കുന്നത് അരി ആയിക്കോട്ടെ, ഗോതമ്പായിക്കോട്ടെ, അല്ലെങ്കിൽ ഓട്സ് ആയിക്കോട്ടെ, മറ്റെന്ത് ധാന്യമായിക്കോട്ടെ, അല്ലെങ്കിൽ മില്ലറ്റ് ആയിക്കോട്ടെ, എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് മേജർ ഷെയർ, ഒരു സംശയം വേണ്ട, പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് കൂടുതൽ മാംസ്യം അടങ്ങിയ ഭക്ഷണം തന്നെ ആയിരിക്കണം. അതായിരിക്കണം സെൻട്രൽ എലമെൻറ്റ്. തീർച്ചയായിട്ടും അതിനോട് തന്നെ ആരോഗ്യമുള്ള കൊഴുപ്പുകൾ വേണം, ഫൈബർ അടങ്ങുന്ന ഭക്ഷണം വേണം. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, കഴിക്കുന്ന മില്ലറ്റ് ആണെങ്കിൽ പോലും സെൻട്രൽ എലമെൻറ്റ് പ്രോട്ടീൻ ആയിരിക്കണം, ഹെൽത്തി ഫാറ്റ് ഉണ്ടാവണം, ഇഷ്ടം പോലെ നാരുകളടങ്ങുന്ന ഭക്ഷണം ഉണ്ടാവണം. അപ്പോൾ അത് ആ ഒരു കോമ്പോസിഷനിൽ തന്നെയാണ് മില്ലറ്റിൻ്റെയും റോള് വരുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ന് മില്ലറ്റ് വളരെയധികം പോപ്പുലർ ആയതുകൊണ്ട് തന്നെ ഇന്ന് മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ ഇന്ന് വിപണിയിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മില്ലറ്റ് ന്യൂഡിൽസ് ഉണ്ട്, അല്ലെങ്കിൽ മില്ലറ്റ് കുക്കീസ് ഉണ്ട്, മില്ലറ്റ് കേക്ക് ഉണ്ട്, അല്ലെങ്കിൽ മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള പാക്ഡ് പ്രോഡക്റ്റുണ്ട്. ഇന്ന് വലിയ ഫുഡ് പ്രോഡക്റ്റ് കമ്പനികൾ പോലും മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇന്ന് വിപണിയിൽ വരുന്നുണ്ട്. പക്ഷേ സൂക്ഷിച്ച് നോക്കിയാൽ ഇത് കൂടുതലും ഒരു കാമഫ്ലേജിങ് ആണ്. അതായത് ഒരു കാപട്യം അതിനകത്തുണ്ട്. പേരിന് മില്ലറ്റ് ഉണ്ടാവും, പക്ഷേ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് മിക്കവാറും വീറ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഒക്കെ തന്നെ ആണ് വരുന്നത്. അപ്പോൾ ലേബലുകൾ വളരെ വളരെ സൂക്ഷിച്ച് വായിക്കേണ്ട അത്യാവശ്യമാണ്. മില്ലറ്റിൻ്റെ പേരിൽ വിൽക്കപ്പെടുന്ന പഴയ സാധനങ്ങൾ തന്നെയാണ് കാപട്യത്തിൽ വരുന്ന, പ്രച്ഛന്ന വേഷത്തിൽ വരുന്ന മറ്റു പഴയ ഉൽപ്പന്നങ്ങൾ തന്നെ ആവണ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ മില്ലറ്റിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നത് ഈ മില്ലറ്റിന് ഇത്രമാത്രം അമിതമായ പ്രാധാന്യം വരാനുള്ള കാരണങ്ങളിലൊന്ന്, ഒരു വ്യക്തി ആരോഗ്യമുണ്ടാക്കാൻ തീരുമാനിക്കുമ്പോൾ പല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാൻ തീരുമാനിക്കും. ഒന്ന്, ഭക്ഷണക്രമത്തിൽ വരുന്ന മാറ്റം, ഭക്ഷണം കഴിക്കുന്ന അളവിൽ കുറയ്ക്കാൻ വരുന്നു. പിന്നെ വ്യായാമം ചിലപ്പോൾ തുടങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ ഉറക്കത്തിൽ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ബേക്കറി ഫുഡിൻ്റെ അളവ് കുറയ്ക്കുന്നുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭക്ഷണക്രമത്തിൽ മില്ലറ്റും ഉൾപ്പെടുന്നുണ്ടാവും. ഈ ഇത്രയും കാര്യങ്ങൾ എല്ലാം നടക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിലും ശരീരഭാരത്തിലോ അല്ലെങ്കിൽ മറ്റ് ക്ലിനിക്കൽ പാരാമീറ്റേഴ്സിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് കൊണ്ടുപോകുന്നത് മില്ലറ്റുകളാണ്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം കണ്ട് മില്ലറ്റുകൾ തന്നെ പേടിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം, ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും പല ഭക്ഷ്യവസ്തുക്കളും ലോകം കീഴടക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നോക്കിയാൽ ദോശ, അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രെഡ് എന്ന് പറയാവുന്ന റോട്ടിയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ പോലത്തെ കാര്യങ്ങൾ. അതുപോലെ വിദേശ വിപണികളിലുള്ള പല ഭക്ഷ്യവസ്തുക്കളും ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ പോപ്പുലർ ആയിട്ടുണ്ട്. ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ പിസ്സ. മില്ലറ്റുകൾ കൊണ്ട് പല സാധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. മില്ലറ്റ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും, ദോശ ഉണ്ടാക്കാൻ പറ്റും, ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും, പല ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഇത്തരത്തിൽ പോപ്പുലറായിട്ടുള്ള പിസ്സ എങ്ങനെ മില്ലറ്റ് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാനൊരു അവകാശമായിട്ട് പറയുന്നതിൽ പോലും എൻ്റെ നിരീക്ഷണത്തിന് മനസ്സിലായത് ലോകത്തെ ഏറ്റവും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള പിസ്സ ഒരുപക്ഷെ എനിക്ക് വേണമെങ്കിൽ ഇതാണെന്ന് പറയാൻ സാധിക്കും. നമുക്ക് എങ്ങനെയാണ് ഈ മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പിസ്സ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. എൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്, ഒരു ആക്റ്റീവായിട്ടുള്ളൊരു ഡ്രൈഡ് ഈസ്റ്റ് ഒരു 5 ഗ്രാം, അതിലൊരു ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ, ഒരു 60 ഗ്രാം ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഈസ്റ്റ് നന്നായിട്ട് ബ്ലൂം ചെയ്ത് അത് റെഡി ആയിട്ട് വരുന്നുണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് ഒരു 12 ഗ്രാം സിലിയം ഹസ്ക്കാണ്. അതൊരു 180 ഗ്രാം ഇളം ചൂടുവെള്ളത്തിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നല്ലൊരു ജെൽ ലൈക്ക് കൺസിസ്റ്റൻസിലോട്ട് വരും. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബൈൻഡിങ് ഏജൻറ്റ്. നേരത്തെ തയ്യാറാക്കിയ ബ്ലൂംഡ് ഈസ്റ്റ് ഇതിലോട്ടങ്ങ് ആഡ് ചെയ്യാം. അതിനോടൊപ്പം നമുക്ക് 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലും കുറച്ച് സോൾട്ടും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് ഷുഗറും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട ഇതിൻ്റെ മാവാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു 75 ഗ്രാം ടപ്പിയോക്ക പൗഡർ, കപ്പപ്പൊടി അല്ലെങ്കിൽ കൂവപ്പൊടി, അതിനോടൊപ്പം ഒരു 135 ഗ്രാം മില്ലറ്റ്സ്.
അത് ഏത് തരത്തിലുള്ള മില്ലറ്റ്സ് വേണോ ആവാം. റാഗി ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മില്ലറ്റ്സ് ആവാം, അല്ലെങ്കിൽ മിക്സഡ് മില്ലറ്റ്സ് ആവാം. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് ഒരു മാവിൻ്റെ രൂപത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്ത് റെഡിയാക്കി വെക്കാം. നമുക്കിനി സ്പ്രെഡിന് വേണ്ടി ടൊമാറ്റോ സോസ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഒരു 4-5 ടൊമാറ്റോ നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് ഒരു 10 വെളുത്തുള്ളിയും കൂടെ ഒന്ന് തയ്യാറാക്കി വെക്കാം. അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് അരച്ചെടുത്തതിന് ശേഷം ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ ബട്ടറിൽ വെണ്ണയിൽ ഈ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അതിനോടൊപ്പം 1 ടീസ്പൂൺ ഓർഗാനിക് ആയിട്ടുള്ള ചുവന്ന മുളക് പൊടി, ഉപ്പ്, ഒറിഗാനോയുടെ പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ആ കൺസിസ്റ്റൻസി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസ് റെഡിയാണ്. നമുക്കിനി വേണ്ടത് പിസ്സയിൽ ഉപയോഗിക്കുന്ന ടോപ്പിംഗ്സ് ആണ്. പലതരത്തിലുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സുക്കീനി ഉപയോഗിക്കുന്നുണ്ട്, ബേബി കോൺ ഉപയോഗിക്കുന്നുണ്ട്, വലിയ ഉള്ളി ഉപയോഗിക്കുന്നുണ്ട്, ക്യാപ്സിക്കം ഉപയോഗിക്കാം, ബ്രൊക്കോളി ഉപയോഗിക്കാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ്. കാരണം പിസ്സ ആണെങ്കിലും പ്രോട്ടീൻ സെൻട്രിക്കാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ പനീർ ഉപയോഗിക്കാം, ചിക്കൻ ഉപയോഗിക്കാം, മഷ്റൂംസ് ഉപയോഗിക്കാം. അടുത്ത സ്റ്റെപ്പ് നമ്മൾ തയ്യാറാക്കിയ മാവിനെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇത് സ്പ്രെഡ് ചെയ്യേണ്ടത് ഒരു കാസ്റ്റ് അയണിൻ്റെ പാനിലോട്ടാണ്. അതിൻ്റെ അരികളൊക്കെ ഒന്ന് മടക്കി വെക്കുക. സോ ദാറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ടോപ്പിങ്സ് അതിനകത്ത് തന്നെ റീറ്റെയിൻ ചെയ്യുന്ന ഉറപ്പാക്കാൻ സാധിക്കും. വളരെ വൃത്തിയായിട്ട് ടൊമാറ്റോ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ആ പരത്തിയ മാവിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ആ വെജിറ്റബിൾസ് ഒക്കെ തന്നെ നമുക്ക് ടോപ്പിങ്സ് ആയിട്ട് ആഡ് ചെയ്യാം. എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്യാം. നമ്മളുടെ ഇഷ്ടാനുസരണം വേണമെങ്കിൽ കുക്ക്ഡ് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ നേരത്തെ നമുക്ക് കുക്ക് ചെയ്ത് വെക്കണം. ഉപ്പും മുളകും കുരുമുളകും ചില്ലി ഫ്ലേക്സും ഗാർലിക്കൊക്കെ ഇട്ട് വേണമെങ്കിൽ ചിക്കൻ കുക്ക് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് പനീർ ഉപയോഗിക്കാം, മഷ്റൂംസ് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് മോസറല്ല ചീസാണ്. ചീസും അതിൻ്റെ പുറത്ത് വളരെ ലിബറലായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം ഒരു 230 ഡിഗ്രിയോളം പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 20 മിനിറ്റ്സിൽ ഇത് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ മില്ലറ്റ് പിസ്സ 2 പേർക്ക് ധാരാളമാണ്. അത് അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ ഒരു മേക്കിംഗ് കോസ്റ്റ് ഒരു 80 മുതൽ 100 രൂപയാവും. അപ്രോക്സിമേറ്റ്ലി എനിക്കൊന്ന് കുക്കിംഗ് ടൈം ഒരു 40 to 45 മിനിറ്റ്സ് പ്രിപ്പറേഷൻ ആൻഡ് കുക്കിംഗ് ടൈം. ഇതാണ് നമ്മളിപ്പോൾ സംസാരിച്ച മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പിസ്സ. ഇതൊരു ബേസിക് ഫോർമുലേഷനാണ്. ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ രീതിയിലുള്ള ഇംപ്രൊവൈസേഷൻസും ചേഞ്ചസൊക്കെ വരുത്തുക. ആൻഡ് പ്ലീസ് ഡു ഷെയർ ഇൻ ദിസ് കമൻറ്റ് ബോക്സ്.